നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് എന്താ പറയേണ്ടതെന്നറിയത്തില്ല, മാധ്യമപ്രവർത്തകൻ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതിനൊക്കെ അപ്പുറം ഒറ്റ പേരിൽ അദ്ദേഹത്തെ മലയാളികൾ തിരിച്ചറിയും, മല്ലു JD. നമസ്കാരം. ഹാപ്പിയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓണം ഗംഭീരം. എങ്ങനെയൊക്കെയുണ്ട് ഈ വീരഭദ്രൻ്റെ കഥകൾ? എങ്ങനെയൊക്കെ പോകുന്നു? വീരഭദ്രൻ നന്നായിട്ട് പോകുന്നു. ഈ കേരള സംസ്ഥാനത്തെ താങ്ങി നിൽക്കുന്നത് തന്നെ കുറേ വീരഭദ്രന്മാരാണല്ലോ, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. വീരഭദ്രൻ്റെ ബിസിനസ്സിലേക്ക് കേരള സംസ്ഥാനത്തിലൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല. ഏറ്റവും ഒന്ന് ലോട്ടറി, ഒന്ന് മദ്യ വ്യവസായം. ലോട്ടറി എടുത്താൽ അടിക്കും എന്നുള്ള കാര്യം ഉറപ്പില്ല, പക്ഷേ ഒരാളൊരു ബോട്ടിൽ എടുത്താൽ അത് അടിക്കും ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടും ഭേദം മദ്യമാണെന്ന് തോന്നുന്നു. ഇത്രക്കൊരു മാധ്യമപ്രവർത്തകനായിട്ടായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ ഒരു രീതിക്ക്? ടിവിയിലെ ഞാൻ ആദ്യം നാഷണൽ മീഡിയയിലാണ് വർക്ക് ചെയ്തത്. സ്റ്റാർ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ എൻ്റെ കേരള റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ടിവിയുടെ കേരള ബ്യൂറോ ചീഫായിട്ടാണ്. ഇത് 10 വർഷം മാധ്യമപ്രവർത്തനം മാത്രമായിരുന്നു. അതിനുശേഷമാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് പോകുന്നത്. എൻ്റെ CEO ആയിട്ട് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ദുബായ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി. ഇത് സോഹൻ റോയ്, അദ്ദേഹമാണ് എൻ്റെ CEO, എൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് UAE ആസ്ഥാനമായിട്ടൊരു ബ്രാൻഡിങ്ങിൻ്റെ കമ്പനി, കുറേ ക്ലയൻസ് ഉണ്ട്, 10,000-ഓളം ക്ലയൻസ് ഉണ്ട്. ചെറുകിട വലിയ ആയിട്ടുള്ള കുറേ ബ്രാൻഡുകളെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം അതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ ഷൂട്ടുകൾ, അതിൻ്റെ ഇടയിൽ കുറേ പ്രൊമോഷൻസ്, ഇൻഫ്ലുവൻസിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എനിക്ക് ടിക്ടോക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഒരു ഫിഗറൊക്കെ അത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മിമിക്രി മോണോക്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് ആയി നമുക്ക് ഇത് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ആണ്. അതൊരു വലിയ ആ ഒരു ഫിഗർ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ആ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. ഒരു കുറേ വർഷം, ഒരു 5 വർഷത്തോളം ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അതിന് ജോലി കിട്ടിയതിന് ശേഷം പിന്നെ പോകാനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തതുകൊണ്ട് പോയിട്ടില്ല. മുഴുവൻ സ്വയം മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് മാറി. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ളത് വരവ് എങ്ങനെയാണ്? അതിലൊരു നമ്മളെ ആ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുണ്ടാവണമല്ലോ. ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് വന്ന ആരാണ്. അതായത് ഒരു രസകരമായിട്ടുള്ളൊരു കഥ എനിക്ക് തോന്നുന്നു. അതിനൊരു നന്ദി പറയേണ്ടത് ഒരു പക്ഷേ കേരള പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ആയിരിക്കും. കാരണം ഞാൻ പണ്ടങ്ങണ്ട ഈ കേരളത്തിൽ കൊറോണയൊക്കെ വരുന്നത് സജീവമാകുന്നതിന് മുമ്പേ ഞാൻ ദുബായിൽ, അപ്പോൾ ഏരീസ് വർക്ക് ചെയ്യണം. ദുബായിൽ പോയിട്ട് വന്നപ്പം അന്ന് കൊറോണ ആയിട്ടില്ല. അപ്പം കുറേ അധികം ബോട്ടിൽ അന്ന് നമുക്ക് അവിടുന്ന് ബോട്ടിൽ കൊണ്ടുവരാം, പിന്നെ ഇവിടുന്ന് മേടിക്കുക. അങ്ങനെ കുറേ ജാക്ക് ഡാനിയൽസ് ആയിട്ട് ഇവിടെ വരികയാണ്. അപ്പോഴും കൊറോണ ചൈനയിൽ ഇങ്ങനെ ജസ്റ്റ് പുറപ്പെട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയപ്പോൾ ഇങ്ങനെ അടിച്ചു ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിനകത്ത് കൊറോണ എന്നൊരു വേർഡ് യൂസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഒന്ന് വൈറലായി. പക്ഷെ അത് വൈറലാവുന്നത് ഞാൻ വീഡിയോ ഇട്ട് ഒരു 3 മാസത്തിന് ശേഷമാണ് കൊറോണ കത്തിയിരിക്കുന്ന സമയത്താണ്. അങ്ങനെ എക്സൈസ് പോലീസൊക്കെ ചേർന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പെറ്റി കേസ് എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് സംഭവം കേസെടുത്ത് കഴിഞ്ഞു. പക്ഷെ അത് അത്യാവശ്യം അന്നത്തെ ഓൺലൈൻ മീഡിയകളിലും മറ്റുമൊക്കെ വാർത്തകളായി. കേരളത്തിൽ അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്തു, പ്രമുഖ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സ്റ്റേഷനിൽ പോലും പോയിട്ടില്ല. പക്ഷെ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കൊന്ന് ആരോ ഒരാളെന്തോ ആരാന്ന് എനിക്ക് കണ്ടിട്ട് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത്. പ്രൊമോട്ട് ചെയ്തതാണ്. അതിനടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത് അപ്പം പിന്നെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ അത് ചെയ്തപ്പോൾ രസകരമായിട്ട് ആൾക്കാർക്ക് തോന്നി, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ അങ്ങനെ തോന്നി നമ്മുടെ ഫുഡ്, ട്രാവൽ, ലൈഫ് സ്റ്റൈല്, കോക്ടെയിൽസ് എല്ലാം നമ്മളുടെ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ JD ആണല്ലോ തുടക്കം, അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു കോക്ടെയിലാണെന്ന് ഉണ്ടാക്കിയത്. അല്ല, തേനും നാരങ്ങ നീരും. അതെ. അപ്പോൾ ഞാൻ അന്ന് ഈ പനിയൊക്കെ പടർന്നു തുടങ്ങിയ സമയമായിട്ട്
ഇത് അടിച്ചു കഴിഞ്ഞാൽ പനിയൊന്നും വരില്ലെന്ന് നമ്മളൊരു ഇതിൽ അപ്പോൾ അങ്ങനെ ഒരു കോക്ടെയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിട്ട് നമ്മളിങ്ങനെ കഴിക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇട്ടത്. ചെയ്തതാണ്. അല്ല, അത് ആരൊക്കെയോ അത് കൊറോണയ്ക്കുള്ള മരുന്നെന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ട് പല പല പേജുകളിൽ അത് എടുത്തിടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അത് ഭയങ്കര വൈറലായി. ഞാൻ ചെയ്ത് എൻ്റെ പേജ് വന്നതിനേക്കാളും അത് ബാക്കിയുള്ള എടുത്തിട്ടും ഒക്കെ അങ്ങനെ ഇതാക്കി എന്നുള്ളത്. ഈ ഫുഡാണല്ലോ പ്രധാനമായിട്ടും ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രകൾ ഈ സമയങ്ങളിലൊക്കെ ഫുഡിലേക്ക് തിരിയാനുള്ള ഒരു പൊതുവെ തിരുവനന്തപുരം എനിക്ക് ഒരു വികാരമാണ്. കാരണം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് തിരുവനന്തപുരത്തോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്കുണ്ടല്ലോ. എപ്പോഴും തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ അതെ ഒരു പോയിട്ട് നമ്മൾ എന്താ ദിവസം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ അറിയാം റോയൽ ട്രിവാൻഡ്രം? ഞാൻ അങ്ങനെയാണ് ട്രിവാൻഡ്രത്തെ പറയുന്നത്. റോയലാണല്ലോ അങ്ങനത്തെ ഒരു നമ്മൾ അങ്ങനെ അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നതിനകത്തെല്ലാം മുകേഷ് പറയുന്നത് എപ്പോഴും റോയൽ ട്രിവാൻഡ്രം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രസക്തി നമുക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് റോയലാണല്ലോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മുടെ സെക്രട്ടേറിയറ്റ്, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കവടിയാർ കൊട്ടാരം എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ഭീമാപ്പള്ളി, അങ്ങനെ ഒരുപാട് ഒരു കോസ്മോപൊളിറ്റൻ സ്ഥലമാണല്ലോ, ഒരു സിറ്റിയാണല്ലോ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. എനിക്ക് ട്രിവാൻഡ്രത്തെ നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്, തലസ്ഥാനം മാറ്റണമെന്ന് ഹൈബീഡിൻ്റെ ഒരു വിഷയം തോന്നുന്നു. രാഷ്ട്രീയം ആയിട്ടല്ല, അങ്ങനെയുള്ളൊരു വിഷയത്തോട് നമുക്കൊരു തിരുവനന്തപുരത്തെ ഇത്രത്തോളം ആരാധിക്കുന്ന, തിരുവനന്തപുരത്തോട് ഇത്രത്തോളം സ്നേഹം പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായേക്കും? അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. തിരുവനന്തപുരം പറയാൻ പത്മനാഭനും കൂടെ വിചാരിക്കണം മാറ്റണമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അത് ഒരു കാര്യം. പിന്നെ രണ്ട്, ഇപ്പോൾ ഇനിയിപ്പോൾ വൈബീഡനല്ല, ഇനി ആര് വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു പക്ഷേ മാറുവാണെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് എന്നുള്ള ഭരണസിരാ കേന്ദ്രം ഇവിടുന്ന് പറിച്ചു കിടണം. ടോട്ടലി ഇമ്പോസിബിളാണ്. അങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ തന്നെയാണ് അതിൻ്റെ ഉത്തരം. അദ്ദേഹം കൂടെ വിചാരിക്കണം, അങ്ങോട്ട് പോവുള്ളൂ. അതെ. പക്ഷെ അങ്ങനെ അവരിപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു കഥ പറയാനുണ്ടാവുമല്ലോ, ഒരു നഷ്ടപ്രതാപത്തിൻ്റെ കഥ തിരുവനന്തപുരത്തിന്. അങ്ങനെ ഒരു നഷ്ടപ്രതാപം ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ പേരിലല്ലല്ലോ തിരുവനന്തപുരം എന്ന്. ഇപ്പം ക്യാപിറ്റൽ തലസ്ഥാനം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, ആ പേരിൽ തന്നെ അതിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ആ പ്രതാപം ഒരിക്കലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനിപ്പം പത്മനാഭനെ എടുത്ത് മാറ്റണം. അതല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് ചെയ്യേണ്ടി വരും. അതാണത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ ഇത്ര ധൈര്യമായിട്ട് പറയാം. പോസിബിളേ അല്ലത്. ചില കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസ് അല്ലല്ലോ, ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ഒരു പക്ഷേ ഇനിയിപ്പം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വലിയ അട്ടിമറികളൊക്കെ നടന്നു വല്ലതും സംഭവിക്കുക തോന്നുന്നില്ല, ഇല്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇനി മല്ലു ജെഡി എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് എത്തിയത് അത് ഞാനായിട്ട് സ്വന്തമായിട്ട് ഇട്ട പേരല്ല, ആൾക്കാർ തന്ന പേരാണ്. കാരണം നമ്മൾ ഈ ജെ ഡി വെച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്ത് ജാക്ക് ഡാനിയൽസ്, അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ജാക്ക് ഡാനിയൽസ് അത്ര പോപ്പുലർ ഒന്നുമല്ല ഇന്ത്യയിലും കേരളത്തിലും. ഞാനന്ന് ആ വീഡിയോ ചെയ്യുന്നത് ടെന്നസി യുഎസിന്ന് കൊണ്ടുവന്ന ഡയറക്റ്റ് ഡിസ്റ്റിലറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ബോട്ടിലേക്ക് ആ ബോട്ടിൽ വെച്ചിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് ആൾക്കാരങ്ങനെ ആ ഒരു പേരിൽ അറിയപ്പെടാൻ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ പറയാനല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് ജെ ഡി അതിന് ശേഷമായിരിക്കും കൂടുതലും ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ കഴിക്കാം. പൊതുവേ ജെ ഡി ഒരു സോർമാഷ് ടേസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര നല്ല ഫീൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വല്ല പാർട്ടികളിലും എന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ച ആൾക്കാർ വരെ ഉണ്ട്. ഞങ്ങൾ വലിയൊരു പാർട്ടി നടത്തുകയാണ്, അതിൽ നിങ്ങളുടെ ഈ കോക്ടെയിൽ ഒന്ന് മിക്സ് ചെയ്ത് തരണം, നിങ്ങളാണ് അതിൻ്റെ മെയിൻ ആളാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. സന്തോഷം, ബാക്കിയുള്ളവർ അത് കുടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം. അങ്ങനെ ഒരുപാട് ഫാൻസ് വന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താണ്, ഇതിൽ നിന്ന് ജെ ഡിയിൽ നിന്ന് കിട്ടിയ കുറേ ഫാൻസ് ഉണ്ടാവുമല്ലോ? അത് ഞങ്ങളുടെ CEO വെറുതെ തമാശക്കെങ്കിലും പറയാം, സൗണ്ടർ പുള്ളി ഈ കള്ളു കുടിച്ച സാറിന് ആൾക്കാർ നശിച്ചു പോകാനാണ് പറയുന്നത്. കുടി അല്ലേ, സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ, അപ്പം ഈ കള്ളു കുടിച്ച് രക്ഷപ്പെട്ട ആകെ മനുഷ്യൻ നിങ്ങൾ മാത്രമുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാൻഡുകൾ, മദ്യത്തിൻ്റെ ബ്രാൻഡുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. നമുക്കൊരു പ്രൊമോഷൻ ചെയ്യാമോ, ഈ ബ്രാൻഡ് കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയണം. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടം അന്നും ഇന്നും ജെ ഡി തന്നെയാണ്. അപ്പോൾ അത് നമ്മളുടെ ഒരു പല ബ്രാൻഡുകൾ, ഇപ്പോൾ ഓണം സീസണാണ്, പല ബ്രാൻഡുകൾ ഇതിനോടകം തന്നെ നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓണത്തിന് നമ്മുടെ ബ്രാൻഡ് വെച്ചിട്ട് വീഡിയോ പ്രൊമോട്ട് ചെയ്യണം.
എനിക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സൗഹൃദ സംഭാഷണം സംസാരിച്ചപ്പോൾ തന്നെ ഏതോ മദ്യപാനത്തിൻ്റെ വീഡിയോ ഇട്ട പിള്ളേരെ പോലീസ് അല്ല എക്സൈസ് ആണ്. സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ, സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ നെടുന്തൂണാണ്. അപ്പോൾ ഇതെല്ലാം അവർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇത് കുടിക്കുന്നവരെ പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ വീഡിയോ ഇടുന്നവർക്കെതിരെ അങ്ങനെ നയം സ്വീകരിക്കുന്നതിനോട് യോജിപ്പില്ല. അല്ലെങ്കിൽ ഇത് വിൽക്കരുത്, ഇത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണം. ഇത് കുടിക്കുന്നത് തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ നിഷാർഹമാണെന്ന് പറയണം, അല്ലെങ്കിൽ കച്ചവടം തന്നെ പുള്ളി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ ചെയ്താൽ വലിയ ഭംഗിയുണ്ട്. ഇത് മറ്റേ നമ്മളെന്താ പറയില്ല, പറയാം ആരുടെയോ ചാരിത്ര പ്രസംഗം എന്ന് പറയില്ലേ എന്ന് പറയുന്നതല്ലേ പറയാം. കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു, പക്ഷേ ഇത് ചെയ്യുന്നവരോട് വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു ബിവറേജിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും മോശമായ സാഹചര്യത്തിലാണ് അവരോട് പെരുമാറുന്നത്. പല വീഡിയോകൾ കാണാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം പോയി മേടിച്ചിട്ടുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പോയപ്പോഴൊക്കെ അത് ഭയങ്കര ആൾക്കൂട്ടം ബഹളമൊക്കെ ആയി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇറങ്ങി വരാനുള്ളൊരു ബുദ്ധിമുട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഭയങ്കര മോശം സാഹചര്യത്തിലാണ് ഇപ്പോഴും ഈ സാധനം വിൽക്കുന്നത്. സർക്കാരിന് ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു സാധനമല്ല. അവിടെ വാങ്ങാൻ ചെല്ലുന്നവർക്ക് അല്ല കൺസ്യൂമേഴ്സ് എന്ന് തന്നെ പറയാം. ഒരു ഇടുങ്ങിയ വഴി കൂടെ ഈ വളരെ മോശം സ്മെല്ലുള്ള കുറേ വൃത്തിയില്ലാത്ത സ്ഥലത്തൂടെ തുരുമ്പെടുത്ത അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ദേഹത്ത് തട്ടി സെപ്റ്റിക് വരെ ആവാൻ സാധ്യതയുള്ള കമ്പിയൊക്കെ മുഴച്ച് നിൽക്കുന്ന ഊട് വഴി കൂടെ കയറ്റി വിട്ടിട്ടൊക്കെയാണ് ആൾക്കാർ മദ്യം വാങ്ങിക്കുന്നത്. ഒരിക്കലും മഴയോ വെയിലോ ഇതെല്ലാം കൊണ്ടിട്ട് വേണം ഒരാൾ അവിടെ പോയി നിൽക്കാൻ. ഇതിന് ഇത്ര വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനം നന്നായി നോക്കാൻ പോലും നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വലിയൊരു വിരോധാഭാസം തന്നെയാണ്. ഇത് ഏത് സർക്കാർ വന്നാലും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു സർക്കാർ എന്ന് പറയുന്നതിനപ്പുറം ഇപ്പം ഇതുവരെ പിന്നെ തമ്മിൽ ഭേദം എന്ന കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ കുടിയന്മാരോട് ഒരു വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത് കുടിയന്മാരെന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരെ കാണുന്നത് തന്നെ. കാരണം കണ്ടറ അടിക്കുന്നവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രധാന കസ്റ്റമേഴ്സ് ഇവരാണ്. നിലനിർത്തിക്കൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരോട് അല്പം ബഹുമാനമൊക്കെ ആവാം അല്ലേ? തീർച്ചയായിട്ടും നമ്മളത് ബഹുമാനികളൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരായാലും ഇപ്പം ഒരു ദിവസം മൈക്കാട് പണിക്ക് പോകുന്നവരുണ്ട്, ഒരു ദിവസം പിന്നെ മാർക്കറ്റിംഗ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. രണ്ടുപേരും ഇതേ സാധനം കേരള സർക്കാരിൻ്റെ സാധനമല്ലേ വെച്ചടിക്കുന്നത്. ബ്രാൻഡുകൾ മാറുന്നൊന്നുമല്ലേ ഉള്ളൂ. ഇരുന്ന് കഴിക്കുന്ന മുറിയുടെ ആംബിയൻസും മദ്യം ഒഴിച്ച് കഴിക്കുന്ന ഗ്ലാസിൻ്റെയും ബ്രാൻഡുകൾ മാറുന്നതേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും കഴിക്കുന്നത് കേരള സർക്കാരിൻ്റെ സാധനമാണ്. പ്രൈവറ്റായിട്ട് ഒരു സാധനവും വാങ്ങിച്ചാൽ ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. സർക്കാർ വഴി സംഭരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാറിലാണെങ്കിൽ പോലും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ സാധനമാണ് കഴിക്കുന്നത്. അപ്പം എല്ലാവരും കസ്റ്റമേഴ്സാണ്, എല്ലാവരും ഒരുപോലെ കാണാനുള്ളവരുത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മദ്യപിച്ച് ഇറങ്ങുന്നിടത്ത് ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ പോലീസിൻ്റെ വണ്ടികൾ ചിലപ്പോൾ പലയിടത്തും കണ്ടിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മറ്റേ ചെറിയ എന്താ പറയുക ഒരു ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ വളരെ 3-4 സുഹൃത്തുക്കൾ ചേർന്ന് ഇരുന്ന് അടിച്ചിട്ട് അവൻ്റെയൊക്കെ കാര്യം തീരുമാനമായി. പറ്റിയും ഇവിടുത്തെ പല വലിയ ക്ലബ്ബുകളുടെ മുന്നിൽ പോയി നിന്ന് പിടിക്കാൻ പോലീസുകാർക്ക് ധൈര്യമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് തോളിൽ നക്ഷത്രമുള്ളവരല്ല, വണ്ടിയിൽ നക്ഷത്രമുള്ളവരാണ്. അപ്പം അവർക്കെതിരെയൊക്കെ നടപടിയൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എന്നോട് ചിലപ്പോൾ അവർക്ക് ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസിൽ പെടുത്താൻ ശ്രമിച്ചെന്നൊക്കെ ഇരിക്കും. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയാനുള്ളത് പറയണ്ടേ. ഇന്ന് വരെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഇവിടുത്തെ 3-4 വലിയ ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബുകളുടെ മുന്നിൽ പോയി നിന്ന് പിടിക്കാനുള്ള ധൈര്യം അവർക്കില്ല, പിടിക്കില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയിൽ നക്ഷത്രമാണ്. പക്ഷേ ആ നക്ഷത്രം കറുത്ത ലെതറോ അല്ലെങ്കിൽ റെക്സിനോ വെച്ച് മറച്ച വണ്ടികളിൽ വരുന്നവരെ പിടിക്കാനുള്ള ധൈര്യം അവർക്കില്ല. അതെ, ശരിയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ ഒരു പോലീസിങ് സിസ്റ്റം മാറി കഴിഞ്ഞു. ഇല്ല, ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ യു ഷോ മീ ദ മാൻ ഐ വിൽ ഷോ യു ദ ലോ എന്നുള്ളതാണ്. ഓരോ ആൾക്കാരെ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുടെയും ഒക്കെ അടുത്ത ആളാണെങ്കിൽ നമുക്കൊരു നിയമമാണ്, അല്ലാത്ത ഒരാൾക്ക് വേറെ നിയമമാണ്, സാധാരണക്കാരനൊരു നിയമമാണ്, അല്ലാത്തവരെ വേറെ നിയമത്തിൽ തന്നെ ആ ഒരു വേർതിരിവ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നിയമമാണ്. പക്ഷെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് ഈ നാട്ടിൽ. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുള്ള പോലീസ് ഉദ്യോഗസ്ഥരനായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് സർവൻ്റ് ആയാലും ആ ഒരു രീതി എല്ലായിടത്തും ഉണ്ട്. അത് ഈ പറയുന്ന കണക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ എന്നാണ് അവർ ഓരോ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്. അൽമോൺസ് റെസ്റ്റോറന്റ്, സ്വാദിഷ്ടമായ കടൽ വിഭവങ്ങൾ,
രുചിയേറും കായൽ വിഭവങ്ങൾ, സീ ഫുഡ് പ്രേമികൾക്ക് ഒത്തുകൂടാൻ ഒരിടം. അൽമോൺസ് റെസ്റ്റോറന്റ്, വിഴിഞ്ഞം ഹാർബർ റോഡ്, കോവളം.